വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻജിൻ കത്താൻ തുടങ്ങിയതാണോ അതോ വല്ല ചോർച്ചയുമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിന് പിന്നിൽ രസകരമായ ഒരു കാരണമുണ്ട്. ഭൂരിഭാഗം വലിയ റോക്കറ്റുകളും ഇന്ധനമായി ഉപയോഗിക്കുന്നത് അതിശൈത്യത്തിലുള്ള ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനുമാണ്. ഇവയെ ദ്രാവക രൂപത്തിൽ നിലനിർത്താൻ -180 ഡിഗ്രിക്ക് താഴെയുള്ള താപനില വേണം. ഇത്രയും തണുത്ത ദ്രാവകം റോക്കറ്റിലേക്ക് നിറയ്ക്കുമ്പോൾ റോക്കറ്റിൻ്റെ പുറം ഭാഗം ഐസ് പോലെ തണുക്കുന്നു. ഈ കടുത്ത തണുപ്പ് കാരണം റോക്കറ്റിന് ചുറ്റുമുള്ള വായുവിലെ ഈർപ്പം മോയ്സ്ചർ തണുത്ത് ഘനീഭവിക്കുകയും ചെറിയ ജലകണങ്ങളായി മാറുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്ന ഈ പുക സത്യത്തിൽ സാധാരണ മൂടൽമഞ്ഞ് പോലെ തോന്നിക്കുന്ന വെറും വാട്ടർ വേപ്പറാണ്. കൂടാതെ ടാങ്കിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കാൻ അധികമുള്ള ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഇതിനൊരു കാരണമാകുന്നു. ചുരുക്കത്തിൽ അത് തീയല്ല, മറിച്ച് മഞ്ഞുതുള്ളികളാണ്. വിക്ഷേപണം തുടങ്ങുന്നതോടെ ചൂട് കൂടുമ്പോൾ ഈ പുക അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ഫോളോ ചെയ്യുക.